അനുമോളും ആര്യനും നമ്മുടെ സാബുമാനും ഒക്കെ കൂടെ ചേർന്ന് പണിപ്പുരയിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ വര വരച്ചിട്ടുണ്ട്, എല്ലാവരും വരയ്ക്കകത്ത് നിൽക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വരിവരിയായിട്ട് ബാക്കിയുള്ളവർ നിൽക്കുകയാണ്. അപ്പം അതിൽ നമ്മുടെ നെവിൻ മഞ്ഞ വരയിൽ നിന്ന് മുന്നിലേക്ക് തന്നെയാണ് നിന്നത്. അനീഷ് ഉൾപ്പെടെ ബാക്കി എല്ലാവരും മഞ്ഞ വരയ്ക്ക് ഉള്ളിൽ നിന്നപ്പോൾ നെവിൻ ഒരല്പം മുന്നിലേക്ക് നിന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് അനീഷും നെവിനും തമ്മിൽ നടന്ന വഴക്കിൽ ഈ മഞ്ഞ വര വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ അവരവിടെ നിന്ന് ഓരോ സാധനങ്ങൾ ഇത് വേണോ എന്ന് ചോദിക്കുമ്പോൾ മൊത്തം ആൾക്കാരിൽ ലീഡ് ചെയ്ത് നിന്നത് നെവിനാണ്. നെവിൻ അനീഷിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് നിന്നുകൊണ്ട് അത് വേണം ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അനീഷിന് തോന്നി ഞാൻ എവിടെയോ സൈഡ് ആക്കപ്പെടുന്നു, ഞാൻ സൈഡിലേക്ക് എന്നെ മാറ്റി നിർത്തപ്പെടുന്നു. ഡോമിനേറ്റ് ചെയ്ത് അവിടെ നെവിൻ നിന്നതായിട്ട് അനീഷിന് മനസ്സിൽ തോന്നിയിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്. 2, അനുമോളും സാബുമാനും ഒക്കെ നിന്നതിൻ്റെ നേരെ പുറകിൽ ഒരു ക്യാമറയുണ്ട്. അപ്പം അനീഷ് നോക്കുമ്പോൾ ആ ക്യാമറ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ക്യാമറ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ആ ക്യാമറയിൽ കിട്ടില്ല, നെവിൻ്റെ പുറകിലായി പോകും താൻ എന്ന ഒരു കാരണം കൂടി വന്നപ്പോഴാണ് അനീഷ് റിയാക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് പുറകിലേക്ക് നിൽക്ക്, എന്നെയും കൂടെ ക്യാമറ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അനീഷ് റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൽ അനീഷിനെ തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഇവിടെ അനീഷിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. കാരണം നെവിൻ കയറി മുന്നിലേക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മളായാലും പറയും ഞാൻ കൂടെ കാണട്ടെ, നീ ഇങ്ങ് മുമ്പ് കയറി നിന്നാൽ എങ്ങനെ പറ്റും, നീ പുറകിലേക്ക് നില്ല എന്ന് നമ്മളായാലും പറയും. ആ രീതിയിൽ മാത്രമേ അനീഷ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഈ ഒരു നെവിൻ അനീഷ് വിഷയത്തിൽ അനീഷിൻ്റെ ഭാഗത്ത് ഒരു ന്യായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ലൈവ് കണ്ടപ്പോൾ. പക്ഷേ ഇത് അനീഷിന് ഇതിനകത്ത് ഗെയിമിനകത്ത്, അനീഷിൻ്റെ ബിഗ് ബോസിനകത്തുള്ള ഗെയിമിനകത്ത് ചിലപ്പോൾ ഇത് അനീഷിന് വീടിനകത്തും പുറത്തും നെഗറ്റീവായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം അനീഷ് പൊതുവേ ഞാനിവിടെ ക്യാമറ ഉണ്ടെന്ന് ചിന്തിക്കാറില്ല, ഞാനിത് എൻ്റെ വീട് പോലെയാണ് കാണുന്നത്, ഞാനിവിടെ ജീവിക്കുകയാണെന്നൊക്കെയാണല്ലോ എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ക്യാമറ എന്നെയും കൂടെ ഫോക്കസ് ചെയ്യട്ടെ, ആ ക്യാമറ എന്നെ മറയുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ അനീഷ് ഇതെല്ലാം ക്യാമറയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അവിടെ വരുമല്ലോ. അക്ബറും ഷാനവാസും ബാക്കി എല്ലാവരും ഈ കാര്യം അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീട്ടിനകത്ത്. അപ്പം നീ ഇവിടെ ജീവിക്കുകയല്ലേ, ക്യാമറ ഇപ്പം കണ്ടില്ലെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ അവരിത് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അനീഷ് അവിടെ ഒന്ന് പരുങ്ങലിലാവുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്യാമറ മാത്രമല്ല, ബാക്കി ഇത്രയും ക്യാമറകൾ അവിടെ ഇരിക്കുകയാണ്. ഇത് ഓരോ ക്യാമറയും ഇവരെ ഫോക്കസ് ചെയ്യും, മാറി 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 എല്ലാവരെയും കവർ ചെയ്യും. ഇനിയിപ്പോൾ ആരെ എവിടെ മറഞ്ഞു നിന്നാലും ബിഗ് ബോസിനെ സംബന്ധിച്ച് ചുറ്റിനും ക്യാമറയല്ലേ, നമ്മൾ കാണുന്നതും കാണാത്തതുമായ ഒരുപാട് ക്യാമറകൾ അവിടെയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷ്വൽ അതിൽ നിന്ന് വരും. അഥവാ കിട്ടിയില്ലെങ്കിൽ ബിഗ് ബോസ് വിളിച്ച് പറയും. ഇവിടെ എൻ്റെ ഒരു പോയിന്റ്, ഞാൻ അനീഷ് ഒരു മോശം പ്ലെയർ എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അനീഷ് ഗെയിമറാണ്. അനീഷ് ഞാൻ ജെനുവിനാണ്, ഞാൻ പിന്നെ ജീവിക്കുകയാണ്, എൻ്റെ ബേസിക് സ്വഭാവം ഇതാണ് എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞാൻ ഗെയിമറാണ്, ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഞാൻ ഗെയിം കളിക്കുന്നു, കഴിഞ്ഞു. ഇപ്പോൾ സീസൺ 4 റോബിൻ പറഞ്ഞു ഇതെൻ്റെ ഗെയിമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ട് കളിച്ചു. ഇപ്പോൾ അഖിൽമാരാറ് ഗെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലതും ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഗെയിം കളിക്കാം, അത് പ്രശ്നമല്ല. നമ്മൾക്ക് അറിയാമല്ലോ ഇത് ഗെയിമാണ് ആത്യന്തികമായി. പക്ഷെ ഞാൻ കളിക്കുന്ന ഗെയിം അല്ല, ഞാൻ മാത്രമാണ് ഇവിടെ ജെന്യുവിൻ, ഞാൻ റിയൽ ആയിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരാൾ ഇതുപോലെ ഇപ്പോൾ 10-70 ദിവസം ആകുമ്പോഴും പുള്ളി ക്യാമറയെക്കുറിച്ച് കോൺഷ്യസ് ആണ്. അവിടെ വേറെ ആരും ചിന്തിക്കുന്നില്ല ക്യാമറയെക്കുറിച്ച്, കാണുന്നോ ഇല്ലയോ ഒന്നും അവരാരും നോക്കുന്നില്ല. പക്ഷെ അനീഷ് ക്യാമറയെക്കുറിച്ച് അവിടെ കോൺഷ്യസ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് എന്നെ ക്യാമറ കിട്ടുന്നില്ല എന്ന് പുള്ളി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. ഇത്രയും ദിവസം പുള്ളി അവിടെ പിടിച്ചിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ കയ്യിൽ നിന്ന് പോവും. അതാണ് അക്ബറും ഷാനവാസും ഒക്കെ ഉടനെ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഗെയിമിനകത്ത് അനീഷ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നതിന് വിരുദ്ധമായിട്ടാണല്ലോ ഇവിടെ റിയാക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല നെവിൻ ക്യാമറ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പലരും ചെയ്യുന്നത്, അനുമോൾ അങ്ങനെയാണ് ചെയ്യുന്നത്, അവിടെ പലരും അതിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്ന അതേ അനീഷിൻ്റെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം വീണ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അത് പിടിക്കുമല്ലോ. അത് അനീഷിൻ്റെ ഗെയിമിൽ ഒരു വലിയ വീഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ നെവിൻ അനീഷ് വിഷയത്തിൽ ന്യായം അനീഷിൻ്റെ ഭാഗത്താണ്. കാരണം നെവിൻ കയറി മുന്നിലേക്ക് നിന്നു, അപ്പോൾ പിന്നെ അനീഷിനെ കാണാൻ, അനീഷിനെ ക്യാമറയ്ക്ക് കിട്ടുന്നതിലുപരിയായിട്ട് അനീഷിന് അവരെ കാണാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. അവിടെ നിൽക്കുന്ന അനുമോളെയും സാബുവിനെ അവരെന്താണ് എടുത്ത് കാണിക്കുന്നത് എന്നുള്ളത് കാണാൻ പറ്റില്ല. രണ്ടാമത് നെവിൻ മുന്നിൽ കയറി നിൽക്കുക മാത്രമല്ല, എല്ലാം നെവിൻ മറുപടികൾ പറയണം. അപ്പോൾ അനീഷ് എപ്പോഴും ഞാനായിരിക്കണം ബെസ്റ്റ് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എവിടെ ഞാൻ സ്കോർ ചെയ്യണം, ഞാൻ മുന്നിൽ നിൽക്കണം, അതാണ് അനീഷിൻ്റെ ഒരു ഗെയിം. അപ്പോൾ അവിടെ അനീഷിനും മുന്നിലേക്ക് നെവിൻ വന്നത് അനീഷിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതും എനിക്ക് തോന്നി അനീഷിൻ്റെ മുഖഭാവങ്ങൾ കണ്ടപ്പോൾ. അതാണ് മെയിനായിട്ടുണ്ടായ ഒരു പ്രശ്നം. അപ്പോൾ ക്യാമറ എന്നും കൂടി പുള്ളി പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഗെയിം അവിടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി. ഇനി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.